ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഇത്തിരി ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഉണ്ടയാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ വേവിക്കാൻ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ചൂടനെ ഇരിക്കണുണ്ട്. പിന്നെ അതേ പാലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം കൊഴുക്കട്ട എന്നാണെങ്കിലും ഞങ്ങളിതിന് ശർക്കരയും തേങ്ങയും വെച്ച ഉണ്ടാന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അതേ പിള്ളേർ 3:30ക്കാണ് ക്ലാസ് കഴിഞ്ഞ് വരാം. ആ ടൈം ആയപ്പോഴത്തേക്കും നല്ല കറുത്തിരുണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ക്ലാസ്സിൽ പോകുന്ന ടൈമിലും ക്ലാസ് കഴിഞ്ഞ് വന്ന ടൈമിലും മഴ എവിടെ നിന്നെങ്കിലും വരും. അപ്പോൾ അത് ചെറുപയർ മുളപ്പിച്ചത് വേവിച്ചിട്ട് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതൊരു സലാഡ് പോലെ ഉണ്ടാക്കാനാണേ. അപ്പോൾ അതിനാണ് ഞാൻ സവാളയും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിരുന്നത്. സലാഡ് പോലെ മാത്രമല്ല, നമുക്കിത് വേണമെങ്കിൽ മുട്ടയിട്ട് ചിക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ കഴിക്കണ പിള്ളേരാണെങ്കിൽ ഉള്ളി മുളക് ഇടിച്ചിട്ട് നന്നായിട്ട് തോരനാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയിട്ട് വിളയിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവർക്ക് മധുരം അത്ര പ്രിയമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാലഡാക്കി കൊടുക്കണത്. പിന്നെ ഇന്ന് ഒരു സ്നാക്ക് കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ മുട്ടയിട്ടൊന്നും ചിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കൊന്നും ഞാൻ കിച്ചണിൽ കയറില്ല. ആഴ്ചയിൽ 1-2 ദിവസം ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കും. സമൂസ, പപ്സ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ പിന്നെ ചായ മാത്രം തിളപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു 3:15-3:20 ആകുമ്പോൾ ചായ വെക്കും. അങ്ങനെയാണ്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും 5 മണി 5:30 ആകും. അപ്പോൾ അവനുള്ള പാല് തിളപ്പിച്ച് മാറ്റിയിട്ട് ബാക്കി ഞങ്ങൾ ചായ എടുക്കും. അങ്ങനെയാണ്. അഫാൻ മാത്രമാണ് 3:30ക്ക് എത്താം ഇപ്പോൾ. പിന്നെ ഹംദാന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ഹംദാനും ഇച്ചിരി ലേറ്റായാണ് വരാം. പിന്നെ ഹംദാന് ചായ അത്ര നിർബന്ധമില്ല. ആൾക്ക് വെള്ളമാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ചോദിക്കുകയാണെങ്കിൽ തിളപ്പിച്ച് കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ടൈം 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്തിരി ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഫാന് ചായ ഒന്ന് ചൂടാറണം. അപ്പോൾ മേലൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ചായ ഒന്ന് ചൂടാറുകയും ചെയ്തോളും. അപ്പോൾ ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ വിശപ്പ്. രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഉച്ചക്കാണെങ്കിലും ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കുമ്പോഴത്തേക്കും വന്ന് നിൽക്കും. കുറച്ച് മതി ഉമ്മി, ഇത്തിരി ഇട്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് വന്നെ ഈ ടൈമിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടാണ് വരാം. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ ഒരുമിച്ചാണ് കഴുകണത് എല്ലാവരും വന്നതിന് ശേഷം. അപ്പോഴേക്കും മഗ്‌രിബൊക്കെ ആകും. പിന്നെ മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള കാര്യം അഫാനെ പഠിപ്പിക്കാനിരുത്താന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അവനപ്പം തന്നെ എഴുന്നേറ്റ് തറവാട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പഠിക്കാനുള്ളതും എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ട് ടൈം ടേബിളൊക്കെ അനുസരിച്ച് അവൻ എടുത്ത് വെച്ചോളും. ഞാനിപ്പോൾ വൈകിട്ടാണ് ചോറ് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ വൈകിട്ടാകുമ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചൂടനെ കഴിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ പിന്നെ ചോറ് വെക്കണ കാര്യം നോക്കണ്ടല്ലോ. അപ്പോൾ അത് ആവിയേറ്റെടുത്താൽ മതി. പിന്നെ ഇന്ന് വൈകിട്ട് കുറച്ച് കക്കിറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ നന്നാക്കി. അപ്പോൾ അത് വൈകിട്ട് ശരിയാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതിനുള്ള സവാളയൊക്കെ ഞാൻ നേരത്തെ നന്നാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത്, ഇത് പുതിയ പാനാണേ. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എൻ്റെ ആകെ അത് പോയി. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ്. ഞാനത് റെഡിയാക്കിയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊരു ലൈവ് ഇട്ടായിരുന്നു. പിന്നെ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പാളിപ്പോയി. ബാക്കിയൊക്കെ ലൈവിലായിരുന്നു കക്കറച്ചി റെഡിയാക്കണതൊക്കെ. പിന്നെ ലാസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. പഞ്ചസാരയും മുളക് പൊടിയും ഏലക്കയൊക്കെ അതൊക്കെ എടുത്ത് വെച്ച്. ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി കണ്ടാൽ പിന്നെ ഇവിടെ ആർക്കും പിന്നെ ചോറ് വേണ്ട. പിന്നെ രാവിലത്തെ ബീട്രൂട്ട് തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കക്കറച്ചിയും ചപ്പാത്തിയും ഞങ്ങൾ കഴിച്ച്. ഞാനും അമ്മനും അഫാനും കഴിച്ച്. ഇക്കാക്ക ഹംദാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയായിരുന്നു. ഹംദാൻ ഇപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട്.
പിന്നെ അത് ചോറ് ചൂടാറാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അവർക്കുള്ള ഫുഡ് അവിടെ മാറ്റി വെച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഇക്കാക്കയും ഹംദാനും അവിടെ പെട്ടുപോയി. നല്ല മഴയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഫ്രണ്ടിൽ പോയി ഇവരെയും വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് മഴ തോർന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ വൈകിയാണ് അവർ വന്നത്. പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇക്കാക്കയാണെങ്കിൽ കക്കയിറച്ചി റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പാത്രത്തിലൊക്കെ ഇട്ട് വടിച്ച് തീർത്ത് കഴിച്ചേട്ടാ. പിന്നെ ഞങ്ങൾ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് വന്നിട്ടും മഴ നല്ല പെയ്ത്ത്. നല്ല മഴയും തണുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് നേരെ നിൽക്കില്ല കേട്ടോ. പിന്നെ വേഗം കിടന്നുറങ്ങണം എനിക്ക്. ഇന്നാണെങ്കിൽ നന്നായിട്ട് ലേറ്റായി. 11 മണിയായി ഞങ്ങൾ കിടന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.